ഈ അടുത്തായിട്ട് ഇഫ്താറിന് കണ്ടുവന്നൊരു ട്രെൻഡാണ് ഫ്രൂട്ട് കസ്റ്റർഡും ഫ്രൂട്ട് സലാഡും ഒക്കെ സെർവ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ആ ട്രെൻഡ് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കസ്റ്റർഡിനേക്കാളും ഒന്നുകൂടി ഹെൽത്തിയർ ഓപ്ഷൻ ആയിട്ടുള്ള ചെട്ടിനാട് ഫ്രൂട്ട് പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 15 കാഷ്യൂനട്ടും 20 ബദാമും കൂടി ചുടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി അരിയും 8 ഏലക്കായും കൂടി സോക്ക് ചെയ്യാൻ വെക്കണം. ഇതൊരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റി ആദ്യം ബദാമും കാഷ്യൂം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണീൻ്റെ അരിയും ഏലക്കായും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ കൂടെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പാൽ മാത്രം മതി. ഇതൊരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഈ പാലൊരു മിനിമം 10 മിനിറ്റെങ്കിലും തിളച്ച് ഒന്ന് കുറുകാൻ തുടങ്ങി വരണം കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ബിരിയാണി അരി ഏലക്കായ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൈവിടാതെ കുറച്ച് സമയം ഒന്ന് തുടരെ ഇളക്കി കൊടുക്കണം. കാരണം ഈ അരി വേവുന്നതിനനുസരിച്ച് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് അത് നന്നായി തിളച്ച് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ കാഷ്യൂ നട്ടും ബദാമും കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ബദാം പേസ്റ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം അതാണ് ഈ ഒരു പായസത്തിൻ്റെ ഫ്ലേവറിങ് ഏജൻറ്റ്. ഇനി മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര മാത്രമോ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും രണ്ടും കൂടിയോ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുത്താൽ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് തണുക്കാൻ വെക്കുക. ഒരു 3 മണിക്കൂറൊക്കെ നന്നായിട്ട് ചൂടാറാൻ എടുക്കും കേട്ടോ. നല്ലോണം ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അനാറ്, ആപ്പിള്, പച്ചമുന്തിരി, റോബസ്റ്റ് പഴം, പിന്നെ മേമ്പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറീസും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് പായസം ഈ നോമ്പിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലുള്ള ഒരുപാട് റെസിപ്പി വീഡിയോസും ലോങ് വ്ലോഗുകൾക്കൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക.